ഈ PV Anwar ഉയർത്തിവിട്ട വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഇങ്ങനെ 2 ദിവസമായി വലിയ രീതിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ എന്താണ് ആഞ്ഞു വീശി എന്നൊക്കെ പറയാം. പക്ഷേ അത് ഇന്നലത്തോടു കൂടി ഏകദേശം കെട്ടു എന്നുള്ള രീതിയിലാണുള്ളത്. ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ADGP MR അജിത് കുമാറിനെതിരെ P ശശിക്കെതിരെയൊക്കെ ഒരു ആരോപണമുണ്ട്. ഇപ്പോൾ നടപടിയെടുക്കുന്നതാണ് നമ്മൾക്ക് വിചാരിച്ചത്, പക്ഷേ ഒരു നടപടി ഉണ്ടായില്ല. എന്തുകൊണ്ടായിരിക്കും ഈ MR അജിത് കുമാറിനെയും അതുപോലെ തന്നെ P ശശിയെയും മുഖ്യമന്ത്രി ഇങ്ങനെ സംരക്ഷിക്കുന്നത്? ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP, അതിൻ്റെ ചുമതല ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന് പറഞ്ഞാൽ DGP എന്ന ഒരു പദവി നിലനിൽക്കെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGPയെ നിയമിക്കുന്നത് എന്തിനാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. പണ്ട് ഈ ഉത്തരമേഖല IG, ദക്ഷിണമേഖല IG, അങ്ങനെ 2 പോസ്റ്റ്. പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ വന്നപ്പം അത് ഉത്തരമേഖല ADGP, ദക്ഷിണമേഖല ADGP എന്നാക്കി മാറ്റി. പിന്നീട് അത് ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP. അപ്പോൾ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ പദവിയിലേക്ക് മുൻ DGP ആയിട്ട് വിരമിച്ച അനിൽകാന്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ DGP ദർവേഷ് സാഹിബ് ഉണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷൻ വാങ്ങിപ്പോയ വിജയ് സാഖറെ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അതിനുശേഷമാണ് ഈ MR അജിത് കുമാർ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന മലബാർ മേഖലയിലൊക്കെ ആയിരുന്നു ചുമതല. ഈ തിരുവനന്തപുരം മേഖലയുമായിട്ട് അത്ര വലിയ ബന്ധമില്ല. എന്നാൽ P ശശി എന്ന് പറയുന്ന CPMന്റെ നേതാവ് കണ്ണൂരിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പദവിയുമായി 2ാം പിണറായി സർക്കാരിൽ രംഗപ്രവേശം ചെയ്യുന്നു. ഇതോടുകൂടി ഈ പറയുന്ന MR അജിത് കുമാറിന്റെ രാശി തെളിഞ്ഞു എന്ന് പറയാം. കാരണം MR അജിത് കുമാറിന്റെ കൂടെ കൂട്ടി ശശി. അപ്പൊ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് നയിക്കുന്നത് P ശശിയാണെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് അതിന് എല്ലാ പിന്തുണയും നൽകാൻ നേതൃത്വം നൽകുന്നത് MR അജിത് കുമാറാണ്. അപ്പോൾ MR അജിത് കുമാറിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ചെന്ന് കയറാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലേക്ക് MR അജിത് കുമാർ മാറി. അപ്പോൾ P ശശിയും MR അജിത് കുമാറും നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയാണ് PV അൻവർ എന്ന് പറയുന്ന MLA ആരോപണം ഉന്നയിച്ചത്. ഇത് സത്യത്തിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടി ലക്ഷ്യമിട്ടാണ്. അപ്പം പിണറായി വിജയനെ ലക്ഷ്യമിട്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞു ഈ പറയുന്ന ആ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തണം, ADGP ആയ MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം, അതുപോലെ തന്നെ P ശശിയെ മാറ്റണം. പക്ഷേ പിണറായി വിജയൻ ഇതിനകത്ത് അപകടം മുന്നിൽ കണ്ടിരുന്നു. കാരണം MV ഗോവിന്ദൻ ഈ പറയുന്നത് അനുസരിച്ച് തൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും നിൽക്കുന്ന 2 പേരെ തള്ളി മാറ്റുന്നു, അല്ലെ വെട്ടി വീഴ്ത്തുന്നു. അതോടുകൂടി താൻ ദുർബലനാകും, അത് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്തെടുത്തു, പോലീസ് അസോസിയേഷന്റെ യോഗത്തിൽ വെച്ച് പറഞ്ഞു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിനെതിരായ ആരോപണം അന്വേഷിക്കും DGPയുടെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞാൽ ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ. ആളുകളെല്ലാം ഭയങ്കര സന്തോഷം. പക്ഷേ അതിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ 4 പേരും ഈ അജിത് കുമാറിന്റെ താഴെയുള്ള IPS ഉദ്യോഗസ്ഥരാ. അത് ക്രമസമാധാന ചുമതല വഹിക്കുന്ന ആളുകളാണ്. അതെ, ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ താഴെ നിൽക്കുന്ന 4 ഉദ്യോഗസ്ഥർക്ക് എന്ത് റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയും? മാത്രമല്ല സിനോജ്, ഒറ്റ കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP മാത്രമല്ല MR അജിത് കുമാർ, അദ്ദേഹം ഈ ബറ്റാലിയന്റെ ചുമതല കൂടി വഹിക്കുന്നുണ്ട്. കാരണം കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ബറ്റാലിയന്റെ ചുമതലയും ഈ അതേപോലെ തന്നെ ക്രമസമാധാന ചുമതലയും ഒരു ADGP കൊടുക്കുക എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. മൊത്തം അധികാരങ്ങളും ഇതിലേക്ക്, അതായത് DGP വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് എന്ന നിലയിലാണ് നിൽക്കുന്നത്. അതെ, അങ്ങനെയാണ് DGP റബ്ബർ സ്റ്റാമ്പ് ആക്കാൻ വേണ്ടി P ശശി കൊണ്ടുവന്ന ഒരു തന്ത്രമാണ് അത്. P ശശി അങ്ങനെ ഒരു സാധനം എടുത്തു, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തു, മുഖ്യമന്ത്രി അതിനകത്ത് ഒപ്പിട്ടു, അത് മുന്നോട്ട് പോയി. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലാണെന്ന് നമുക്ക് കരുതും. പക്ഷേ MV ഗോവിന്ദൻ ഇതിനകത്തൊരു രാഷ്ട്രീയം കാണുന്നുണ്ട്. കാരണം CPMന്റെ സമ്മേളനങ്ങളെല്ലാം തുടങ്ങി. അപ്പം ഈ പാർട്ടിയെ പിടിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. MV ഗോവിന്ദന് വീണ്ടും സെക്രട്ടറി ആണെങ്കിൽ പാർട്ടി പിടിക്കണം. അപ്പോൾ ഈ P ശശി എന്ന് പറയുന്നത് ആരോപണ വിധേയനാണ്, MR അജിത് കുമാർ ആരോപണ വിധേയനാണ്, ഇവരെയൊക്കെ സംരക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് MV ഗോവിന്ദൻ എടുക്കുന്നു. പിണറായി അതിനെ വെട്ടിയെറിയുന്നു. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മലബാർ മേഖലയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കണം. ഇപ്പോൾ ആദ്യം PV അൻവർ ആരോപണം ഉന്നയിച്ചത് സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു ജില്ലാ പോലീസ് മേധാവിയെ കുറിച്ചാണ്. അദ്ദേഹം കസ്റ്റംസിൽ നിന്ന് പിന്നീട് IPS കിട്ടി പോലീസിലേക്ക് വന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ കസ്റ്റംസിന്റെ ഒരു ചിട്ടവട്ടങ്ങളെല്ലാം അറിയാം. അപ്പം അദ്ദേഹം എങ്ങനെയാണ് മലപ്പുറത്ത് SP ആയി പോയത്, അത് ആദ്യം പരിശോധിക്കണം. ഈ മുഖ്യമന്ത്രിയും ഈ പറയുന്ന P ശശിയും ഒക്കെ ഉൾപ്പെടുന്ന സംഘം തന്നെയായിരിക്കും അദ്ദേഹത്തെ അവിടെ നിയോഗിച്ചത്. അപ്പോൾ കസ്റ്റംസിനെ വെട്ടിച്ചുകൊണ്ട് സ്വർണവുമായി ഈ ക്യാരിയേഴ്സ് പുറത്തേക്ക് വരുന്നു. സത്യത്തിൽ അത് വെട്ടിക്കുന്നതല്ല, അല്ല, കസ്റ്റംസ് ഒന്ന് കണ്ണടച്ചിട്ട് ഇവരെ പുറത്തേക്ക് വിടും. അപ്പോൾ ഈ പുറത്തേക്ക് വിടുന്ന സ്വർണം പോലീസ് പിടിക്കും. അത് ഈ സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടിക്കുന്നത്. മേൽത്തട്ടിൽ ആരാ ഉള്ളത്? ADGP അജിത് കുമാർ. അതെ, അപ്പോൾ ഈ സംഘം ഈ പിടിച്ചു കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ഒരു 60% സ്വർണ്ണം അടിച്ചു മാറ്റും. ബാക്കി 40% പിടിച്ചു പറഞ്ഞിട്ട് കണക്കാണിക്കും. ഈ 60%ത്തെ 30 ഒക്കെ ആയിട്ട് കസ്റ്റംസും പോലീസും വീതിക്കും. ഇതിൻ്റെ ഒരു പങ്ക് ഏറ്റവും മേലിരിക്കുന്ന MR അജിത് കുമാർ മുതൽ P ശശി മുതൽ വലിയൊരു സംഘം എടുക്കും. അപ്പം ഇങ്ങനെ കൊണ്ടുവരുന്ന സ്വർണം പുറത്തെത്തുകയും ചെയ്തു. എന്നാൽ ഉദ്ദേശിച്ച
ഫലം കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വലിയ നഷ്ടമായി. നേരത്തെ പാർത്ഥൻ സൂചിപ്പിച്ചില്ലേ കണ്ണൂരിൽ ഇത്ര സംഘം അല്ലേ? അതായത് പി ശശിയെ അനുകൂലിക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കണ്ണൂരിലെ സ്വർണം പൊട്ടിക്കൽ സംഘം. അപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘം എന്ന് പറയുന്നത് കോഴിക്കോട്ടെ കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊടുവള്ളി ഗ്യാങ്ങാണ്. ആ കൊടുവള്ളി ഗ്യാങ്ങിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ PV അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ കാരാട്ട് റസാഖ് എന്ന് പറയുന്ന മുൻ MLA രംഗത്ത് വരുന്നു, KT ജലീൽ എന്ന് പറയുന്ന MLA വരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ സ്വർണ്ണക്കടത്തുമായി ആരോപണമുണ്ട്. നമുക്കറിയാം മുൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഒരു മിനി കൂപ്പർ യാത്ര ചെയ്തു. അത് ഈ കാരാട്ട് റസാഖുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ചില നിലപാടുകൾ എടുത്തത് കൊണ്ട് തന്നെ ഈ സ്വർണ്ണം പൊട്ടിക്കലുകാരും സ്വർണ്ണ കടത്തലുകാരും തമ്മിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംഘർഷമാണെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിലയിരുത്തി അതിനെ തെറ്റ് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് PV അൻവറും കാരാട്ട് റസാഖും അതുപോലെ തന്നെ ഈ KT ജലീലും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം ഒരു വശത്ത് നിലകൊള്ളുന്നു. അപ്പോൾ P ശശി ഒന്നും ഇതിനെ അനുകൂലിക്കുന്നില്ല. അപ്പോൾ P ശശിയുടെ ഒരു നിലപാട് നേരെ എതിരാണ്. അപ്പോൾ P ശശി എന്താണ് ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത്, ഇയാളുമായി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അൻവർ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുന്നത്. മാത്രമല്ല ഈ കൊടുവള്ളി ഗ്യാങ് നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നതാണ് വിദേശത്ത് നിന്ന് ഈ സ്വർണം ഇങ്ങോട്ട് എത്തിക്കുകയും അത് കാരിയേഴ്സ് വഴി ഇങ്ങോട്ട് എത്തിക്കുകയും അത് അവർ എത്തിക്കേണ്ട ആളുകളുടെ അടുത്ത് എത്തിച്ചുകൊണ്ട് അവർക്ക് ലാഭം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർ അത് മറച്ചു വെക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇവരുടെ ഈ ഒരു ബിസിനസ് തകർച്ചയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച ഈ അടുത്ത് കണ്ടു. 2 ഗ്യാങ്ങുകളാണ്. ഒന്ന് പോലീസ് പിടിക്കും, പോലീസ് 60% പങ്കെടുക്കും, അല്ലെങ്കിൽ കണ്ണൂർ ഗ്യാങ് പൊട്ടിക്കും. ഈ കണ്ണൂർ ഗ്യാങ് എന്ന് പറയുന്നതും P ശശിയും പാർട്ടിയുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്യാങ്ങുകളാണ്. പണ്ട് ഈ ഈ കൊടുവള്ളി ഗ്യാങ് എന്ന് പറയുന്നത് ലീഗുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു ഗ്യാങ് ആയിരുന്നു എന്നാണ് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ അത് കാരാട്ട് റസാഖ്, ഫൈസൽ കാരാട്ട് തുടങ്ങിയ ആളുകളുടെയൊക്കെ ഇതിലോട്ട് വന്നു. അപ്പോൾ ഈ KT ജലീൽ ഉൾപ്പെടെ അതുപോലെ തന്നെ അൻവർ ഉൾപ്പെടെ കാരാട്ട് റസാഖ് ഉൾപ്പെടെ എല്ലാവരും കൂടെ ഈ പോലീസിനെതിരെ നീങ്ങുന്നു. ആദ്യമായിട്ട് ഈ PV അൻവർ ആരോപണം ഉന്നയിച്ചത് പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളന വേദിയിൽ വെച്ച് ഇപ്പോഴത്തെ മലപ്പുറം SP-ക്കെതിരെയാണ് ആദ്യമായി അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. SP വൈകി വന്നു, SP എന്നെ മനഃപൂർവ്വം പുറത്തു നിർത്തുന്നു, അവിടെ പോയി കുത്തിയിരിപ്പ് സമരം നടത്തുന്നു, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായി. അതായത് ആഭ്യന്തര വകുപ്പും പോലീസും തങ്ങൾക്കെതിരെ തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ അനുസരിക്കുന്നില്ല, തങ്ങളുടെ ഈ ഭരണരംഗത്തെ അത്രയും ഒരു പ്രഗത്ഭനായ MLA ആണ് PV അൻവർ, അദ്ദേഹത്തെ പോലും പുല്ല് വിലയാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നു. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഈ കൊടുവള്ളിയിലെ കാരാട്ട് റസാഖ് പറഞ്ഞത് P ശശിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും വെച്ചു പൊറുപ്പിക്കാൻ കഴിയുന്നതല്ല, ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തുറന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവാണ്. കാരണം സാമ്പത്തികം നഷ്ടപ്പെടുന്നു, നല്ല പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് സത്യത്തിൽ സിനോജ് പറഞ്ഞ പോലെ ഇതാണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ CKP പത്മനാഭൻ എന്ന് പറയുന്ന കണ്ണൂരിലെ കർഷക സംഘത്തിൻ്റെ ഒരു നേതാവാണ്. അദ്ദേഹമാണ് ഈ അടുത്ത കാലത്ത് വീണ്ടും P ശശിക്കെതിരെ ഒരു ആരോപണവുമായി രംഗത്ത് വരുന്നത്. ആ ആരോപണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് ഈ ആരോപണങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അൻവർ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നേരെ സുജിത് ദാസിനും അതുപോലെ തന്നെ MR അജിത് കുമാറിനും നേരെ രംഗത്തേക്ക് വരുന്നു. അപ്പം ഇവരെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത് എന്നുള്ളൊരു വ്യക്തമായൊരു സന്ദേശം നൽകുകയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊടുവള്ളി ഗ്യാങ്ങിനെ എല്ലാ കാലവും സപ്പോർട്ട് ചെയ്തതും സംരക്ഷിച്ചതും മുസ്ലിം ലീഗ് തന്നെയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് ഭരണത്തിൽ വരുന്ന ഒരു ഘട്ടമുണ്ട്. ആ സമയത്താണ് ഈ സ്വർണ്ണക്കടത്ത് വിപുലമായി തന്നെ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗിലെ ചില നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട്, പക്ഷെ അവർ പ്രത്യക്ഷമായി വരുന്നില്ല. അപ്പോൾ ആ മുസ്ലിം ലീഗിലെ നേതാക്കൾ ഉൾപ്പെടുന്ന സംഘത്തെ അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് P ശശിയും MR അജിത് കുമാറും സ്വീകരിക്കുന്നു എന്നതാണ് PV അൻവറിനെ പ്രകോപിതനാക്കുന്നത്. അതുകൊണ്ടാണ് PV അൻവർ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്, ഞാൻ തെളിവുകൾ സഹിതം മുഖ്യമന്ത്രിയെ കാണും, ഞാൻ വലിയ കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞു. ഈ PV അൻവർ എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്കറിയാം ഒരു ഗുണ്ടാ സംവിധാനമുള്ള ഒരു വ്യക്തിയാണ്. ഈ രാജ്യത്തിന് പുറത്തുപോയി ഖനികളിലൊക്കെ അദ്ദേഹം ആഫ്രിക്കയിലൊക്കെ നടത്തിയ അവിടെയൊക്കെ പോകണമെങ്കിൽ പട്ടിണി രാജ്യമാണ്. ആ പട്ടിണി രാജ്യത്തൊക്കെ ചെന്ന് അരാജകത്വം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പോയി PV അൻവറിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടുത്തെ ഗുണ്ടാ സംഘങ്ങളും ഒക്കെ ആയിട്ട് എങ്ങനെ ഒത്തുതീർപ്പിലെത്തി എങ്ങനെ അവിടെ നടന്നു എന്നുള്ള കാര്യമൊന്നും നമുക്ക് പുറത്തറിയില്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് P ശശി എന്ന് പറയുന്ന ആൾ തങ്ങൾക്കെതിരായി നിൽക്കുന്നു, സ്വർണ്ണക്കടത്തിൽ ഈ എതിര് ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അൻവറിനെ പ്രകോപിതനാക്കിയത്. അപ്പോൾ അൻവറും ഈ കാരാട്ട് റസാഖ് എന്ന് പറയുന്ന സംഘവും അതുപോലെ തന്നെ ജലീലും എല്ലാം കൂടെ ഒരിടത്ത് നിൽക്കുന്നു. P ശശി ഞങ്ങൾക്കൊപ്പം നിൽക്കാതെ മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കൊടുവള്ളി ഗ്യാങ്ങിനും ഒപ്പം നിൽക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ണൂരിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്ന ടീം വെച്ച് സ്വർണവും പൊട്ടിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് വെച്ചാൽ ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിന് ലാഭം കിട്ടുന്നില്ല. ഈ കള്ളക്കടത്ത് നടത്തുക എന്ന് പറയുന്നത് ഈ സ്വർണം കൂടുതലായി കൊണ്ടുവന്ന് അത് മൊത്തം പുറത്തേക്ക് പോയാലേ ലാഭമുള്ളൂ. ഇതിൽ കുറച്ച് സ്വർണം ഈ പോലീസും കസ്റ്റംസും കൂടെ അടിച്ചു മാറ്റിയിട്ട് ബാക്കി സ്വർണം കൊടുത്താൽ ഈ നിക്ഷേപിച്ച പണം പോലും ഈ കടത്തിലൂടെ ഇവർക്ക് കിട്ടില്ല. അതോടുകൂടിയാണ് ഈ സ്വർണ്ണക്കടത്തിന്റെ ഒരു പോക്കുവരവ് നിലയ്ക്കുന്നത്. ഇതിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഈ പറയുന്ന ഒരു സംഘം തീരുമാനിക്കുന്നു. അതിന് അൻവറിനെ കരുവാക്കുന്നു. അൻവർ നേരിട്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഇവിടെ ഈ 2 സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുകയാണ്, താൻ ഇതിനകത്ത് കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോൾ ഒറ്റയടിക്ക് MR അജിത് കുമാർ എന്ന് പറയുന്ന ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP നീക്കിയാൽ പിന്നീട് പല രഹസ്യ
രഹസ്യങ്ങളും പുറത്തേക്ക് ചോരുമോ എന്നും അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വേണ്ട, അദ്ദേഹം അവിടെ നിന്നോട്ടെ, അദ്ദേഹം ആ ചുമതല വഹിച്ചോട്ടെ. അപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു, അങ്ങനെ ഒരു ആരോപണ വിധേയനെ ആ ചുമതലയിൽ നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തുന്നത് ശരിയല്ല. മുഖ്യമന്ത്രി അതൊരു ചെവി കൂടെ കേട്ടു, മറു ചെവി കൂടെ കളഞ്ഞു. അല്ലാതെ അദ്ദേഹത്തെ മാറ്റിയില്ല. P. ശശി ആരോപണ വിധേയനാണ്, ഇനി അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം അദ്ദേഹത്തെ. അവിടെ എൻ്റെ ഒരു സംശയം, ഈ P. ശശിക്ക് പണ്ട് ഈ നായനാർ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ വലിയ ആരോപണങ്ങൾ വരുന്ന ഒരു വ്യക്തിയാണ്. കാരണം കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം കേസിൽ നിന്ന് രക്ഷിച്ചത് P. ശശിയാണെന്നും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നു. അതിനുശേഷമാണ് P. ശശിക്കെതിരെ കൊണ്ട് ലൈംഗിക ആരോപണം വരുന്നത്, അദ്ദേഹം പുറത്തു പോകുന്നത്. പിന്നീട് അതേ P. ശശിയെ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഏറ്റവും ഫലപ്രദമായി കൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെ ഈ പാർട്ടികൾക്കും അതിൻ്റെ നേതാക്കന്മാർക്കും അനുകൂലമായി എങ്ങനെ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും കൊണ്ടുപോകാം എന്നത് വളരെ കൃത്യമായി ചെയ്യുന്ന ഒരാളാണ് ഈ P. ശശി. അതുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി അത് ചെയ്തത്. പക്ഷേ മുഖ്യമന്ത്രി അറിയാതെ ഈ ഇത്രയും ആരോപണങ്ങൾ നേരിടുകയും പുറത്തു പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രി അറിയാതെ ഇത്തരത്തിലൊരു കാര്യം നടത്തുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം P. ശശി എന്ന് പറയുന്ന ആള് ഏറ്റവും താഴത്തെ ലെവലിലേക്ക് ചെന്നപ്പോൾ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. P. ശശി ഓരോരോ ഘട്ടങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇപ്പം കഴിഞ്ഞ CPM സംസ്ഥാന സമ്മേളനം എടുത്താൽ അതിനകത്ത് പ്രതിനിധിയല്ല P. ശശി. പക്ഷേ സംസ്ഥാന സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ അതിനകത്ത് P. ശശി ഉൾപ്പെട്ടു. വളരെ പെട്ടെന്ന് P. ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മാറി. അപ്പോൾ P. ശശിയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒന്നിന് പുറകെ സ്ഥാനങ്ങൾ കൊടുക്കുന്നതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. P. ശശിയെ ഇനി അടുത്ത ഈ വരുന്ന സമ്മേളനത്തോടെ ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കാം. അങ്ങനെ സെക്രട്ടേറിയറ്റിലേക്ക് എടുത്താൽ P. ശശി നാളെ നിയമസഭയിൽ മത്സരിക്കാം. അങ്ങനെ ഒരു സാധ്യതയുള്ള മണ്ഡലമാണ് തലശ്ശേരി. ഈ തലശ്ശേരിയിൽ കഴിഞ്ഞ തവണ BJPക്ക് സ്ഥാനാർത്ഥി പോലും ഇല്ലായിരുന്നു. ആ തലശ്ശേരിയിലേക്ക് AN ഷംസീറിനെ മാറ്റി P. ശശിയെ പ്രതിഷ്ഠിക്കാനുള്ള ചില ആലോചനകൾ നടക്കുന്നുണ്ട്. ആ തന്ത്രത്തിന്റെ ഭാഗമാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ നയനാറിന്റെ കാലത്ത് എങ്ങനെയാണോ കുഞ്ഞാലിക്കുട്ടിയുമായി P. ശശിക്കുള്ള ബന്ധം, അതേപോലെ ഇന്നും P. ശശിക്കുള്ള ബന്ധം അവിടെ തുടരുന്നുണ്ട്. അപ്പോൾ P. ശശി ഈ പറയുന്ന അൻവർ ടീമിനെ അനുകൂലിക്കുന്നില്ല, ADGP MR അജിത് കുമാർ അനുകൂലിക്കുന്നില്ല. ഇവിടെയാണ് രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വശത്തുകൂടി ഈ രാഷ്ട്രീയ സമ്മേളനങ്ങൾ, അതായത് CPMന്റെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഗോവിന്ദൻ തൻ്റെ സ്ഥാനം നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നു. അതിനുവേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നു. ഇപ്പുറത്ത് വശത്തുകൂടി ഈ പറയുന്ന P. ശശി ഉയർത്തിക്കൊണ്ടുവരാൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എല്ലാ ശ്രമവും നടത്തുന്നു. എന്തായാലും പിണറായി വിജയൻ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിലുള്ള P. ശശിയെ കൈവിടുകയില്ല, ഒപ്പം നിർത്തുക തന്നെ ചെയ്യും. ഒപ്പം തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്തില്ല. കാരണം പിണറായി വിജയൻ ഒരു ആധിപത്യമുണ്ട്, കാലാകാലങ്ങളായുള്ള ആധിപത്യം പാർട്ടിയിൽ. അത് ഒന്നിനു പുറകെ ഒന്നായി നഷ്ടപ്പെടുമെന്ന് പേടിക്കുന്നുണ്ട്. കാരണം ഈ MV ഗോവിന്ദനെ അനുകൂലിക്കുന്ന ഒന്നിലധികം നേതാക്കൾ പിണറായി വിജയനെ എതിർക്കുന്നവർ അവർ ഒത്തുകൂടിയിട്ട് അവർ ഒന്നിച്ച് നിന്ന് പിണറായി വിജയന് എതിരായ നിലപാട് സ്വീകരിക്കുമോ? അങ്ങനെയാണെങ്കിൽ MV ഗോവിന്ദനെ അത് ഗുണകരമായി മാറുമെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ P. ശശിയിലൂടെയും MR അജിത് കുമാറിലൂടെയും തൻ്റെ സൈന്യാധിപന്മാരാ അവരെ മുൻനിർത്തി പിണറായി വിജയൻ തൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഇന്നലെ PV അൻവറിന് കൃത്യമായ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണെന്ന് പറയുന്നു. ഇപ്പോൾ തൽക്കാലം വെടി നിർത്തിക്കോ, ഇനി ഞാൻ കർശനമായി ഇടപെടും, P. ശശിയെയൊക്കെ എങ്ങനെ നിർത്തണമെന്ന് എനിക്കറിയാം, പരിഗണിക്കും. അതെ, KT ജലീലൊക്കെ പറഞ്ഞവിടെ പരിഗണിക്കാം എന്ന് പറയുന്നതും ഒപ്പം കാർക്കശ്യത്തിന്റെ ഭാഷയും ഉപയോഗിച്ചിരിക്കാം. അതുകൊണ്ടാവാം താൽക്കാലികമായ വെടിനിർത്തൽ. എന്തായാലും ഈ സമ്മേളന കാലയളവ് എന്ന് പറയുന്നത് രണ്ടു കൂട്ടർക്കും നിർണായകമാണ്. അതെ.